എന്തിനാടാ വണ്ടി നിർത്തിയേ? ഞങ്ങൾക്ക് വേഗം പോണം. സാറേ ഒരു മിനിറ്റ്. അർച്ചന, ഈശ്വരാ, സച്ചേട്ടൻ. എത്ര നാളായി സച്ചേട്ടൻ ഇങ്ങനെ നടത്തു കണ്ടിട്ട്. എന്തെയും നടത്തേക്ക് ചെല്ലാൻ പോലെ എന്നെ കൊണ്ട് ഇപ്പൊ പറ്റില്ലല്ലോ. എന്റെ സങ്കടങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ സച്ചേട്ടന് മുമ്പിൽ തൽക്കാലം അഭിനയിച്ചേ പറ്റൂ. അർച്ചന, നീ എന്താ ഇവിടെ? നിങ്ങൾ ആരാ? അർച്ചന, ഞാൻ നിന്റെ സച്ചേട്ടനാ. നിങ്ങൾ എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നേ? ഇനിയും നിനക്കെന്താ എന്നെ മനസ്സിലാവാത്തെ? ഈശ്വര, ഇവിടെ നിന്ന് എങ്ങനെ ഞാനൊന്ന് രക്ഷപ്പെടും? അർച്ചന, ഒന്ന് നീ ഓർത്തു നോക്കിയേ. നിന്റെ സച്ചേട്ടനെ നിനക്ക് മറക്കാൻ പറ്റുമോ? ഉൾവനത്തിൽ വെച്ച് ആ കൃഷ്ണ എന്ന് പറയുന്നവളെ നമുക്കങ്ങ് തീർക്കാം. ഈശ്വര, ഇത് അവന്മാരാണല്ലോ. ഇവന്മാരെ കൊണ്ടാണോ സച്ചേട്ടൻ വന്നത്? എടോ, കളയാൻ നേരമില്ല, വേഗം പോണം. സാറേ, ഇതെനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. ഇയാളെ വഴിയിൽ വിട്ടിട്ട് വരാൻ പറ്റില്ല. അർച്ചന, നീ എങ്ങോട്ടാ പോന്നെ? ഞാൻ കൊണ്ടുവിടാം. എനിക്ക് പോകേണ്ടത് ഗസ്റ്റ് ഹൗസിലേക്കാ. ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. അതിന് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. അർച്ചന, അർച്ചന, നീ ചോദിച്ചാൽ അധികം കാശ് തരാന്ന് പറഞ്ഞാ ഞങ്ങൾ നിന്റെ വണ്ടിയിൽ കയറിയത്. മര്യാദക്ക് പറയുന്ന കേട്ടില്ലെങ്കിലേ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. തന്റെ സ്വഭാവം മാറി എനിക്കെന്താ? എനിക്ക് എന്റെ അർച്ചനയെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടാക്കിയിട്ട് വരാൻ പറ്റൂ. നിങ്ങൾ വേണമെങ്കിൽ നടന്നു വയ്ക്കോ. നിങ്ങളുടെ പണം ഞാൻ തന്നേക്കാം. പുന്നാര മോനെ, എന്നോട് കളിച്ചോണ്ടല്ലോ, നിന്റെ പണി ഞങ്ങൾ തീർക്കും. മര്യാദക്ക് വണ്ടി കയറാ. പറയുന്ന അനുസരിച്ചില്ലെങ്കിലേ നിന്റെ ശവം കൂടെ. അയ്യോ, അയാളൊന്നും ചെയ്യല്ലേ. മിണ്ടായിരടി. നീ മിണ്ടല്. പറയുന്ന കേട്ടില്ലെങ്കിലേ നിന്നെ ഇവിടെ അറക്കും ഞാൻ. അവളെ കൂടെ പിടിച്ച് വണ്ടി കയറാ. വണ്ടി ഇടാം. വേഗം ഓട്ടോ ഓടിക്കണം. മര്യാദയ്ക്ക് വണ്ടി എടുക്കണം. ഇല്ല നിന്നെ ഇവിടെ വെച്ച് തീർക്കും.